എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 4 ഗ്രാമ്പു, 4 ഏലക്ക, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 2 കഷ്ണം പട്ട, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ജീരകം താല്പര്യമില്ലാത്തവർ ഒഴിവാക്കിക്കോളൂ, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് വെച്ചാൽ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചുമന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയും അതുപോലെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ പിരിയമുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ മസാലയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ കറിക്ക്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കറി ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ മാത്രം നമുക്ക് തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടിയൊന്ന് തുറക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. ചിക്കൻ ആയതുകൊണ്ട് ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 തവണ മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി, അതുപോലെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് നടുവേ കീറിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പം നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിത് മൺചട്ടിയിൽ റെഡിയാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ തീ ഓഫാക്കിയാലും ഇത് കുറച്ച് നേരം കൂടി ഇതുപോലെ ഇരുന്ന് തിളച്ച് വരും. അതുപോലെ ഈ ചാറൊക്കെ കുറച്ചുകൂടി ഒന്ന് കുറുകിയും കൂടെ വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കറി നേരത്തെക്കാട്ടും കുറച്ചുകൂടി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും പൊറോട്ടയുടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്.
പിന്നെ നമുക്ക് ഈ ഒരു കറി വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഈ ഒരു പാകത്തിന് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും കുറച്ച് ചാറ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഗ്രേവി തിക്കാക്കാതെ എടുത്തിരിക്കുന്നത്. എങ്കിലും ഇത് അത്യാവശ്യം നല്ല തിക്ക് തന്നെയാണ്. പിന്നെ നമ്മളിത് മൺചട്ടിയിലൊക്കെ വെച്ചതുകൊണ്ട് തന്നെ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.